നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ വിളിച്ചേ? കാര്യം പറയ്. മോനെ, ഒടുവില് ഞാൻ ഭയന്ന് എന്നെ സംഭവിക്കാൻ പോവുക. കരയാതെ കാര്യം പറയേ. നാളെ ഞങ്ങളുടെ വീടും പുരയിടോ ജപ്തി ഉണ്ടാവും. ബാങ്കുകാര് വിളിച്ചിരുന്നു. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യ? മോനെ, എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ ഇനി എന്താ ചെയ്യ? പറയേ. ഞാനെന്ത് പറയാനാ മോനെ, കയറി കിടക്കാൻ ഒരു വീട് കൂടി ഇല്ലാതായ എന്റെ അശ്വതിയുടെ ശ്രീകുട്ടിയുടെ സ്ഥിതി എന്താവും? ഈശ്വര, ഓർക്കാൻ കൂടി പറ്റുന്നില്ല. ലോണിന്റെ കാര്യത്തെ സഹായിക്കാമെന്ന് മുൻപേ മോനെ എനിക്ക് വാക്ക് തന്നിരുന്നു. ശരിയാണ്, പക്ഷെ തിരിച്ച് നിങ്ങൾ എനിക്കൊരു വാക്ക് തന്നിരുന്നു. അത് മോനെ, അശ്വതി ഒരേ വാശിയ. എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്നല്ലേ? അത് പിന്നെ മോനെ, എനിക്ക് നിർബന്ധിക്കാനല്ലേ പറ്റൂ. കൊല്ലാൻ പറ്റില്ലല്ലോ. എന്നാ പിന്നെ ജപ്തി നടക്കട്ടെ. എന്താ? അയ്യോ, ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടോ. കൈയൊഴിയരുത് മോനെ. ഇല്ല, കൈയൊഴിയില്ല. ജയേഷ് അമ്മയ്ക്ക് തന്ന വാക്കിന് ഇതുവരെ മാറ്റമില്ല. 15 ലക്ഷം രൂപ ബാധ്യത ഞാൻ തീർത്തിരിക്കും. ഈശ്വര, മതി, അത് മതി. മോന് കോടി പുണ്യം കിട്ടും. പുണ്യൊന്നും എനിക്ക് വേണ്ട. ഞാൻ ആവശ്യപ്പെട്ട കാര്യം അത് നടന്നിരിക്കണം. എന്തു പറയുന്നു? ഞാൻ ഇന്നുകൂടി അശ്വതി നിർബന്ധിച്ച പോരാ, സമ്മതിപ്പിക്കണം. എന്റെ ഭാര്യയായിരിക്കാൻ അവൾ സമ്മതിക്കണം. അത് പിന്നെ മോനെ, പറ്റില്ലെങ്കിൽ ജപ്തി നടക്കട്ടെ. മോനെ, അത് ഞാൻ നിനക്ക് വാക്ക് തരാം. അശ്വതി നിന്റെ ഭാര്യയാവും. അത് വേണ്ട, വെറും വാക്കൊന്നും എനിക്ക് വേണ്ട. നാളെ ജപ്തി നടക്കുന്നതിന് മുമ്പ് അശ്വതി എന്റെ ഭാര്യയാവണം. പറ്റുമോ? അത് പിന്നെ മോനെ, പറ്റണം, അത് നടക്കണം. അശ്വതിയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടുന്ന നിമിഷം ബാങ്കിന്റെ ബാധ്യത 15 ലക്ഷം രൂപ ഞാൻ തീർത്തിരിക്കും. ഉറപ്പാണോ? ജയേഷിന് ഒരു വാക്കേ ഉള്ളൂ, ഉറപ്പ്. എന്നാ നാളെ 10 മണിക്ക് എന്റെ വീട്ടിൽ വെച്ച് ചെറിയൊരു ചടങ്ങിൽ നിന്റെ അശ്വതിയുടെ വിവാഹം നടന്നിരിക്കും. ഇത് വെറും വാക്കല്ലല്ലോ, ഉറപ്പുണ്ടോ? ഉറപ്പ്. വനജ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നാളെ ജയേഷ് അശ്വതിയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. ഇനി എനിക്ക് തിരിഞ്ഞും പിരിഞ്ഞും നോക്കാനില്ല. ആരുടെ സമ്മതവും എനിക്ക് വേണ്ട. അശ്വതി എന്റെ മകളാണെങ്കിൽ അതിനവള് സമ്മതിച്ചിരിക്കും. ബന്ധുക്കളും അയൽക്കാരും ആരും വേണ്ട. ജയേഷ് അമ്മയും കുട്ടി ഇങ്ങ് വന്നാ മതി. ബാക്കി ഒരുക്കങ്ങളൊക്കെ ഈ വീട്ടിൽ ഞാൻ ചെയ്തിരിക്കും. എല്ലാം നഷ്ടപ്പെട്ട് ശ്രീകുട്ടിയും കൂട്ടി തെരുവിലിറങ്ങാൻ എനിക്ക് വയ്യ. എന്റെ കുഞ്ഞിന്റെ ഭാവിയാ എനിക്ക് വലുത്. ഞാൻ പറയുന്ന വാക്ക് പാലിച്ചിരിക്കും. ഉറപ്പാ മോനെ. അപ്പൊ നാളെ 10 മണിക്ക് കെട്ടാനുള്ള താലിയുമായി ഞാനും അമ്മയും അവിടെ എത്തിയിരിക്കും. ഓക്കെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.